നമ്മൾ ഈ സാഹചര്യത്തിൽ എപ്പോഴും എഫക്റ്റഡ് പാർട്ടീസ് വൈഫായിരിക്കും, അല്ലെ മക്കളായിരിക്കും, ഈ വില്ല് എഴുതിയിട്ടില്ലെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെന്റൽ ആൾക്കാർക്ക് അറിയേണ്ടത് വില്ല് എന്തിന് എഴുതണം. അതാണ് വില്ല് എന്തിന് എഴുതണം. അത് രണ്ട് ടൈപ്പ് കാറ്റഗറി ഞാൻ എപ്പോഴും പറയും. ഒന്ന്, വില്ല് എഴുതിയാൽ എന്ത് സംഭവിക്കും, വില്ല് എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും. വില്ല് എഴുതിയില്ലെങ്കിൽ വന്നിട്ട് ഇന്ത്യയിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ലോ ഉണ്ട്, സക്സഷൻ ലോസ് ഉണ്ട്. ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട് 1956, ക്രിസ്ത്യൻസിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട് 1925, പിന്നെ മുസ്ലിംസിന് വന്നിട്ട് അവരുടെ പേഴ്സണൽ ശരിയ ലോ 1937. ഇങ്ങനെ 3 ലോ പ്രകാരം ഓരോ ലോവും നമുക്ക് ഓരോ ഇതും നമുക്ക് വേണം സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും. അത്രയും ഡീറ്റെയിൽ ടോപ്പിക്കാണ് 3ഉം പറയുകയാണെങ്കിൽ. പക്ഷേ ഈ പറയുന്ന ലോയിൽ വരുന്ന സംഭവം അതിനെ പറ്റിയിട്ട് ശ്രീജിത്തിന്റെ വെബ്സൈറ്റിലുള്ള നല്ല ടോപ്പിക്കാണ്. വെബ്സൈറ്റ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെ, നമ്മുടെ truelegacy.in എന്ന് പറഞ്ഞ് www.truelegacy.in കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ ലീഗൽ എയർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മതം അനുസരിച്ചിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, വെരി ഗുഡ്. നമുക്ക് എവിടെയും അങ്ങനെ കാണാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് അതെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരാണ് എൻ്റെ ലീഗൽ എയർ. എൻ്റെ വൈഫിന് എത്ര കിട്ടും, വില്ല് എഴുതിയില്ല ആരാണെന്ന് നമ്മുടെ സൈറ്റിൽ പോയാൽ ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. മറ്റേ എൻ്റെ വൈഫിന് എത്ര കിട്ടും, എൻ്റെ മകൾക്ക് എത്ര കിട്ടും, എൻ്റെ മകന് എത്ര കിട്ടും, അമ്മയ്ക്ക് എത്ര കിട്ടും, എൻ്റെ സിസ്റ്ററിനും ബ്രദറിനും എത്ര കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വില്ല് എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ടെക്നിക്കലി നമ്മുടെ സൈറ്റിൽ കയറി കാണാൻ പറ്റും. അത് വളരെ ക്ലിയർ ആണ്. ഇനി വില്ല് എന്തിന് എഴുതണം എന്ന് പറയാനുള്ള വൺ ഓഫ് ദ റീസൺ, നമ്മൾ ഈ സാഹചര്യത്തിൽ എപ്പോഴും എഫക്റ്റഡ് പാർട്ടീസ് വൈഫായിരിക്കും, അല്ലെ മക്കളായിരിക്കും, ഈ വില്ല് എഴുതിയിട്ടില്ലെങ്കിൽ.